മിമിക്രിയിൽ നിന്നും വന്നിട്ടുള്ള പല നടന്മാരും ഇന്ന് ആദ്യകാലങ്ങളിൽ അവരുടെ ആ നടന്മാരുടെ ആദ്യകാലങ്ങളിൽ അവരുടെ മാസ്റ്റർ പീസായിട്ടുള്ള പല താരങ്ങളെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന പല സീനിലും നമുക്കത് കാണാൻ പറ്റും, പല ആളുകളിലും നമുക്ക് കാണാൻ പറ്റും. മലയാളം നാടകവേദിയിൽ ഇന്ന് ഒരൊറ്റ നടനേ ഉള്ളൂ നടനായിട്ട്, അത് തിലകനാണെന്നാണ് പുള്ളി പറയുന്നത്. ആ ഡയലോഗ് ഇതാണ്. അച്ഛൻ നമ്മൾ വഴക്കൂടുന്നത് ആ പുസ്തകങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്, എടുത്ത് വായിക്കട എന്ന് പറയാറുണ്ട്. നമ്മളതൊന്നും വായിക്കാറുണ്ട്. അപ്പോൾ ഷെയ്ന് ആ ഈ ചെറുപ്പം ഈ യങ്സ്റ്റർ എന്നുള്ള ലെവലിലുള്ള ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് ഒരു മെയിൻ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മളത് പുള്ളിക്കാരൻ അങ്ങനെ അത് എടുക്കുമെന്ന് നമുക്കൊരു ഒരു 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 ആകാംക്ഷയുണ്ടായിരുന്നു. ദൃശ്യം 2 മുതൽ നുണക്കുഴി വരെ ഞാൻ സാറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഉറപ്പായിട്ട് സാറിൻ്റെ വേ ഓഫ് മേക്കിങ്ങും സാറിൻ്റെ കോർഡിനേഷനൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ആക്ച്വലി കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞങ്ങളെല്ലാവരും പറഞ്ഞു ദൃശ്യം 3 എന്താണ് പരിപാടി, നമുക്കൊക്കെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവുമോ? ഒരൊറ്റ ഓട്ടമാണ് പുള്ളിക്കാരി. അച്ഛൻ്റെ മുമ്പിലേക്ക് എന്നിട്ട് എന്ത് തല പോകുന്ന പ്രശ്നം പറഞ്ഞു നോക്കും, പുള്ളി വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യും, വളരെ കൂളായിട്ട്. ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴുന്നു പറഞ്ഞാൽ പുള്ളി പറയും വീഴട്ടെ, ഈ കേട്ടറിവുകളൊന്നും വിശ്വസിക്കരുത്. നമുക്ക് നേരിട്ട് നമുക്കുള്ള അനുഭവങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ തോമസ് ലീയുടെ ആളാണ്. കേട്ടറിഞ്ഞ് വിശ്വസിക്കത്തില്ല, തൊട്ടറിഞ്ഞ് വിശ്വസിക്കുക. ദൃഢം സിനിമയുടെ വിശേഷങ്ങളുമായി കോട്ടയം രമേശ്, ശോഭി തിലകൻ, മാർട്ടിൻ ജോസഫ് എന്നിവരാണ് മീഡിയ വണ്ണോടൊപ്പം. സ്വാഗതം. സംവിധായകനോടാണ്. ഒരുപാട് പോലീസ് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പോലീസുകാരെ അമാനുഷികരായി കാണിക്കുന്ന സിനിമകളും അതുപോലെ വളരെ റിയലിസ്റ്റിക്കായി കാണിക്കുന്ന സിനിമകളുമുണ്ട്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ദൃഢം അങ്ങനെ ഒരു റിയലിസ്റ്റിക്കായി കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് ദൃഢം മറ്റ് പോലീസ് സിനിമകളിൽ നിന്ന് എങ്ങനെ ഇത് വ്യത്യസ്തമാകുന്നു? ദൃഢം ഒരു ടിപ്പിക്കൽ മാസ് സ്റ്റോറി അല്ല, കോഫ് സ്റ്റോറി പോലെയല്ല. ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരൻ ഒരു സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരുന്നു. പുള്ളിയുടെ സർവീസിലെ ആദ്യത്തെ പോസ്റ്റിംഗാണ്. പുള്ളി അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞ് പുള്ളി നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പുള്ളി എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിനെ സർവൈവ് ചെയ്യുന്നു. വിജയ് എന്ന ക്യാരക്ടറാണ് ഷെയ്ൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ക്യാരക്ടറിൽ കൂടെ ഉള്ളൊരു ട്രാവലാണ്. അത് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ രീതിയിൽ നമ്മൾ കഥ പറഞ്ഞു പോകുന്നു. അതാണ് ദൃഢം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പോലീസുകാരായിട്ടാണ് വരുന്നത്. ഒരു പോലീസ് കഥാപാത്രം എത്രത്തോളം വ്യത്യസ്തമാണ് മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന്? അല്ല, ഇതിനു മുമ്പ് വേറെ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ പോലീസ് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വലിയ കൂടുതൽ ചെയ്യാതെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കഥയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്ന ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ തന്നെ ശോഭിച്ചേട്ടനാണെങ്കിലും ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതാണല്ലോ. അതിനൊരു പോലീസ് എന്ന് പറയുന്നത് ഇതിനൊരു പൊതു സ്വഭാവമുണ്ട്. അപ്പോൾ ഓരോ സിനിമയിൽ എത്തുമ്പോഴും അതിനെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക? അല്ല, ഈ പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റില്ല. കാരണം യൂണിഫോം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് എല്ലാ പോലീസ് ക്യാരക്ടേഴ്സിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, പോലീസ് യൂണിഫോം ഇടുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറി നമ്മൾ ഈ പോലീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു തുടക്കക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങളും ഒരു പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഷെയ്ൻ ചെയ്യുന്ന ക്യാരക്ടർ പോലീസ് ഓഫീസർ, ഒരു SI ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നൊരു അയാളുടെ കരിയറിൽ ആദ്യമായിട്ട് അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടുന്നതാണ്. ജോലിയിൽ പ്രവേശിക്കുന്നു, SI ആയിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നു. അപ്പോൾ അത് ആ മേഖലയിൽ പുള്ളി അനുഭവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു യാത്ര പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഏത് ജോലിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ പഠിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക ജോലി കണ്ടെത്തി ആ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ ജോലിയിൽ പുള്ളി പോയി ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളി ആ ജോലിയിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു, അതാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ഒരു മാറ്റർ നമ്മൾ ഒരു പോലീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുമൊരു പോലീസ് സ്റ്റോറിയായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വളരെ എന്താ പറയുക, സമാധാനമായ രീതിയിൽ അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്നൊരു സ്റ്റേഷൻ പരിധിയാണത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ്.
അപ്പോൾ അദ്ദേഹം വന്ന് ചാർജ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അപ്പോൾ ഇത് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അങ്ങനെ പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, അങ്ങനെ അതിനെ നേരിടുന്നതിനെക്കുറിച്ചുള്ളൊരു മെസ്സേജായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചിത്രത്തെ കാണാം. വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ കഥാപാത്രവും ASIയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പോലീസിൻ്റേതായിട്ടുള്ള എല്ലാ മാനരസങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. എല്ലാവരും പോലീസ് ക്യാരക്ടേഴ്സ് അതിനകത്ത് കുറേ അധികം പേരുണ്ട്. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരം. അതൊരു പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഈ സിനിമ, അതോ ഒരുപാട് പ്രശ്നങ്ങളെ ബേസ് ചെയ്താണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്? പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ടെന്ന് കൂട്ടിക്കും. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേഷൻ, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രശ്നമല്ലല്ലോ, പല പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇനി അഥവാ ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം അന്വേഷിച്ച് പോകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതിന്റെ പേര് തേടി പോകുമ്പോഴേ അകത്തോട്ട് കുഴിച്ചു വീഴ്ച ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമാണ് ഇരിക്കുന്നത്. ഇപ്പം വെളിയിൽ കണ്ടതിനേക്കാൾ അതാണ് മാളത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപാട് സിനിമകൾ ഇപ്പോൾ പേട്രിയറ്റ് ഇറങ്ങുന്നുണ്ട് മെയ്യിൽ തന്നെ, അതേപോലെ ദൃശ്യം 3, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ടൈമിലാണ് ദൃഢം വരുന്നത്. അതുപോലെ വാഴ ഇറങ്ങി, ചെറിയ സ്കെയിലത്തെ ഒരു സിനിമയാണ്, പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു. ഈ ഒരു സെനാരിയിലാണ് ദൃഢം വരുമ്പോൾ അത് എത്രത്തോളം സിനിമയ്ക്ക് ഗുണകരമാണ്? അല്ല, നമ്മൾ ബാക്കിയുള്ള സിനിമകളൊന്നും നോക്കുന്നില്ല, നമ്മൾ നല്ല സിനിമയായിട്ട് വരികയാണ്. ഇപ്പം മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നല്ല കാലമാണ് ആക്ച്വലി. എല്ലാ സിനിമയും നല്ല സിനിമയാണെങ്കിൽ എല്ലാ സിനിമയും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്ന സമയമാണ്, വെക്കേഷൻ ടൈമാണ്. അപ്പം പാട്ടുപാട്ട് മെയ് 1-ാം തീയതി ഇറങ്ങുന്നു, നമ്മുടെ മെയ് 8-ാം തീയതി ഇറങ്ങുന്നു, ദൃശ്യം 3 മെയ് 21-ന് ഇറങ്ങുന്നു. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. നമ്മുടെ നല്ല സിനിമയാണ്, ആൾക്കാരെല്ലാം തിയേറ്ററിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക്. നമ്മുടെ പ്രേക്ഷകരെന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ളവരാണ്, വളരെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാഴ 2 വിജയിക്കാനുണ്ടായ കാരണം ആ സിനിമ നല്ലതായതുകൊണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു നല്ല സിനിമയായിട്ട് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് ഏറ്റെടുക്കണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന. രമേശ് അണ്ണയിൽ വരികയാണെങ്കിൽ നാടകത്തിൽ ഒരു 50 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമയിലെത്തി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ എത്തിയതിനു ശേഷം അഭിനയത്തോടുള്ള ആവേശം എത്രത്തോളം കൂടിയിട്ടുണ്ട്? അത് കൂടുതലില്ലല്ലോ, കുറേ ഒരു കാരണവശാലും കുറയത്തില്ല ഒരു കാരണവശാലും. ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പടം എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരു 2-3 പടമെങ്കിലും റിസർവിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അത് അതിൽ എണ്ണം കുറയുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിലും ഒരു ഇതുണ്ടാകും, ഈ അടുത്ത് വരണം എന്നുള്ള. ഇതൊരിക്കലും കലാകാരനാണെങ്കിൽ അവൻ്റെ കലയിൽ അതിൽ നിന്നും ഒരിക്കലും അവന് പിന്മാറാൻ പറ്റില്ല. കൂടുതൽ ആവേശത്തോടു കൂടി വരികയുള്ളൂ. അങ്ങനെ ഇപ്പോൾ മമ്മൂക്കായെ തന്നെ കണ്ടുപിടി. മമ്മൂക്കായ്ക്ക് കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ വീണ്ടും എത്ര ചെയ്താലും മതിയാകത്തില്ലാത്ത ഒരു കലാകാരനാണ് അദ്ദേഹം. അതാണ് യഥാർത്ഥ കലാകാരൻ്റെ അവസ്ഥ, അതാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകുന്ന ആളാണ് മോഹൻലാലും. ഒക്കെ അതുപോലെ തന്നെ അവർക്കൊക്കെ എല്ലാ നടീനടന്മാരും അങ്ങനെ ആണ് 90%. പക്ഷേ ഇതിലെല്ലാം അർപ്പണബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് വീണ്ടും പുതിയ സക്സസ്സായി വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രവർത്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, സാഹചര്യം കൊണ്ടോ സന്ദർഭം കൊണ്ടോ എന്തോന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയിരിക്കാം സംഭവിക്കുന്നത്. അവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. വഴിമാറി ചിലപ്പം വേറെ വഴിക്ക് പോകേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ലാത്ത ഒരു യഥാർത്ഥ കലാകാരനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അവർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര ഇതോടുകൂടിയല്ലേ ഓരോ പുതിയ കഥാപാത്രങ്ങളെ കിട്ടണം ചെയ്യണം എന്നുള്ള ആഗ്രഹം. അതിന് ശാരീരികമോ മാനസികമായ ഒരു പ്രശ്നങ്ങളും തടസ്സമല്ല. നമുക്ക് നമ്മൾ ആരോഗ്യം പോലും നമ്മൾ ചിലപ്പോൾ നോക്കത്തില്ല. ആഗ്രഹം മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പം നാടകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തിലകൻ ചേട്ടൻ നമുക്കറിയാം, സിനിമയിലായാലും നാടകത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. നാടക നടൻ എന്ന നിലയിൽ അത്ര പരിചിതമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു സിനിമാ നാടക നടനെയും കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ 2 പെർസ്പെക്റ്റീവുണ്ട്. തിലകൻ എന്ന സിനിമാ നടനും നാടക നടനും തമ്മിൽ എന്തൊക്കെ വ്യത്യസ്തതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സമാനതകളുണ്ട് രണ്ടുപേരോട്? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, തിലകൻ എന്നുള്ള പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് കോട്ടയത്ത് അതൊരു സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിൽ ഉള്ള ഒരു കടയിൽ നിന്നാണ്. കോട്ടയത്ത് അനുപമ തിയേറ്ററിൻ്റെ മുമ്പിൽ ഉള്ള ഒരു ഇലക്ട്രിക് കടയുണ്ട്. അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശ്രീധരൻ പിള്ള എന്ന് പറഞ്ഞു.
അങ്ങേരുമായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ കലാപരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ അന്ന് ചങ്ങനാശ്ശേരി ഗീതായ്ക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ചെയ്തിരുന്ന മോഹൻ കുളങ്ങര എന്ന് പറഞ്ഞൊരു ലൈറ്റ് മാൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നാടക ഫീൽഡിലുള്ള നടന്മാരെക്കുറിച്ച് ഇന്നയാൾ നടൻ ഭയങ്കരമാണ്, മറ്റേ നടനോ എന്ന് പറഞ്ഞ്, അപ്പം പുള്ളിയാണ് ആദ്യമായിട്ട് ഈ തിലകൻ എന്നുള്ള പേരിനോട് പറയുന്നത്. ആ പേര് പറയുന്നത് വെച്ചാൽ മലയാളം നാടകവേദിയിൽ ഇന്ന് ഒരൊറ്റ നടനേ ഉള്ളൂ നടനായിട്ട്, അത് തിലകനാണെന്നാണ് പുള്ളി പറയുന്നത്. ആ ഡയലോഗ് ഇതാണ് എന്ന് പറഞ്ഞ്. അവിടെയാണ് നമ്മൾ തിലകൻ ചേട്ടനെ അവിടെ മനസ്സിലേക്ക് വന്നതും ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ തിലകൻ ചേട്ടൻ്റെ എല്ലാ നാടകവും ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോകാവുന്നിടത്ത് പോയി കാണും. സൈക്കിളേലെങ്കിൽ സൈക്കിളേൽ, വേറെ വണ്ടിയൊക്കെ കയറാനല്ല നടന്നാണെങ്കിൽ നടന്ന് പോയി കാണുമായിരുന്നു. ഒരുപാട് നാടകങ്ങൾ കാണും. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിൻ്റെ നിയമവും അങ്ങനെയൊക്കെയുള്ള കുറേ നാടകങ്ങൾ കണ്ടു. നിയമത്തിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയം, അതുപോലെ ഗീതായുടെ രശ്മി എന്നൊക്കെ പറയുന്ന നാടകങ്ങളൊക്കെ അസാധ്യ നാടകങ്ങളാണ്. അപ്പോൾ ആ നാടകങ്ങൾ കണ്ടു കാണാൻ നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടായെന്ന് ഞാൻ പറയുകയത്. അന്നത്തെ കാലത്ത് എല്ലാവരും ഗംഭീര നടന്മാരായിരുന്നു. ഇപ്പോൾ തിലകൻ ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതില്ല. അദ്ദേഹം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും ഇത് തന്നെ പറയേണ്ടി വന്നു പ്രേക്ഷകർക്ക്. ശോഭിച്ചേട്ടനാണെങ്കിൽ അല്ല, ഇത് പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ അച്ഛൻ ഏകദേശം 35 വർഷത്തോളം നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ 35 വർഷത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് മുഴുവൻ അദ്ദേഹം സിനിമയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് മാധ്യമങ്ങളെയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു നടനാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ പുള്ളി നാടകത്തിൽ അഭിനയിക്കുമ്പോഴേയും ഈ അതിഭാവുകത്വം കാണിക്കാതെ, ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കാതെ, എന്നാൽ നാടകത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിലേക്ക് വന്നപ്പോൾ ആ സിനിമയുടെ ഈ ക്യാമറയുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അത് കാച്ചിക്കുറുക്കി എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പെരുന്തച്ഛൻ്റെ മെയ്വഴക്കത്തോടു കൂടി, കൈയടക്കത്തോടു കൂടി. അതെ, തന്നെയല്ല, ഒരുപാട് വായനയുള്ള ആളായിരുന്നു അച്ഛൻ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതിൻ്റേതായ ഒരു സ്ക്രിപ്റ്റ് സെൻസ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നമുക്കൊരിക്കലും അത് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തൊക്കെ അപാകതകളുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നടനാണ് അച്ഛൻ. അതിനും വേറൊരു വലിയ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പറയുമ്പം അതിനുള്ള അവിടെ കൊണ്ട് എത്തിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്ന അതികഠിനമായ രീതിയിലുള്ള ഒരു വലിയ കലാകാരൻ്റെ കൂടെയായിരുന്നു. PJ എന്ന് പറയുന്ന ആ വലിയ നാടകക്കാരൻ്റെ കൂടെയായിരുന്നു അതിൻ്റെ തുടക്കം. അതെന്ന് പറഞ്ഞാൽ വറചട്ടിയിലിട്ട് വറക്കുന്ന പോലെയുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെ എല്ലാത്തിനെയും അതിജീവിക്കുന്നവനായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്ര കണിശക്കാരനും അത്ര ഇതായിട്ടുള്ള ആളായിരുന്നു PJ ആൻ്റണി എന്ന് പറയുന്നത്. അതുപോലെ കഴിവുള്ള വ്യക്തിയായിരുന്നു അന്നത്തെ കാലത്ത്. അതുപോലെ നാടകമായാലും സിനിമയായാലും ഒക്കെ അതുപോലെ കൈകാര്യം ചെയ്യുന്ന ആളല്ലായിരുന്നു PJ. അല്ല, അത്രമാത്രം ജീവിതാനുഭവങ്ങൾ പുള്ളിക്കുണ്ട്. അപ്പോൾ അത്രയും അനുഭവത്തിൽ നിന്നാണ് പുള്ളി. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്കൊരു ഹൈലൈറ്റായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കാണും. ഈ പ്രതിസന്ധികൾ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. നമ്മൾ ചിലപ്പോൾ ഒരു ഇതാവും, മാനസികമായി തളർന്നു. പക്ഷെ അച്ഛൻ്റെ മുമ്പിലേക്ക് എന്നിട്ട് എന്ത് തല പോകുന്ന പ്രശ്നം പറഞ്ഞു നോക്ക്, പുള്ളി വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യും. വളരെ കൂളായിട്ട്. ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴുന്നു പറഞ്ഞാൽ പുള്ളി പറയും വീഴട്ടെ, വീണിട്ട് നോക്കാം. അത്രയുള്ള അതാണ് പുള്ളി. അത്രമാത്രം അത് എനിക്ക് തോന്നുന്നു പറയില്ല, അത് എവിടാ വീഴുന്നതെന്ന് അറിയട്ടെ എന്തായിരിക്കും പുള്ളി പറയുന്നത്. അപ്പോൾ അതാണ് പുള്ളി എല്ലാം വളരെ ആലോചിച്ചും കണ്ടും. ഇപ്പോൾ സംസാരിക്കുന്നത് പോലും വളരെയധികം നോക്കിയൊക്കെ സംസാരിക്കുന്ന ആളാണ്. വളരെ കൃത്യമായിട്ട് ഈ സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും വളരെ അവഗാഹത്തോടെ സംസാരിക്കാനായിട്ട് അത് പുള്ളിയുടെ വായനാശീലം കൊണ്ടാണ് കേട്ടോ. കാരണം അച്ഛൻ്റെ ബെഡ്റൂമിൽ തന്നെ ഒരു ഫുൾ ഷെൽഫിൽ പുസ്തകങ്ങളാണ്, കംപ്ലീറ്റ് പുസ്തകങ്ങളാണ്. ഈവൻ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ നമ്മൾ വഴക്ക് പറയുന്നത്, ആ പുസ്തകങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്, എടുത്ത് വായിക്കട എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും വായിക്കാറില്ല. അത് വായന ഒരു ബ്ലഡ് റിലേഷൻ. അതെ. അത് അങ്ങനെയുള്ള പുസ്തകത്തിൻ്റെ നടുക്ക് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DC ബുക്സിലും അങ്ങനെയുള്ളതൊക്കെ ജോലി ചെയ്യുന്നവർ മുഴുവൻ വായനക്കാരെ എന്താ മാറാത്ത എന്താണ് മാറുമോ? ഇല്ല. അപ്പം അത് ബ്ലഡിലുള്ള ഒരു ഇതാണ്.
വായിക്കാൻ ക്ഷമ വേണമെന്ന് തോന്നുന്നു. ക്ഷമ വേണം. സിനിമേനെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് വായനയുടെ ഒരു ആവശ്യമുണ്ടല്ലോ. അത്തരത്തിലൊരു വായനക്കാരനാണോ? അല്ലല്ല, എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ താല്പര്യമാണ്. അല്ല ഞാൻ വേറെ പുസ്തകങ്ങളൊക്കെ എങ്ങനെ വായിക്കുന്ന ആളല്ല. സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് നരേഷ് ഒരാൾ എൻ്റെ അടുത്തൊന്ന് കഥ പറയുകയാണെങ്കിൽ നരേഷൻ കേൾക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടുന്നത് സ്ക്രിപ്റ്റ് തരാൻ പറയും. ഞാൻ അങ്ങനെയല്ല, കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ എനിക്കൊരു വ്യക്തമായിട്ടൊരു പ്രോപ്പർ ഐഡിയ കിട്ടും. എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഞാനങ്ങനെ വലിയ വായനക്കാരനൊന്നുമല്ല. ഓക്കെ, ഇവരിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് കാസ്റ്റിംഗ്? എനിക്ക് ഷെയ്ൻ്റെ ക്യാരക്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടീമാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നൊരു ടീമാണ്. അപ്പം എനിക്ക് പുതിയൊരു ആൾക്കാരെ, പുതിയ സെറ്റ് ഓഫ് ആൾക്കാരെ വേണം നിർബന്ധമുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കണ്ടുമടുത്ത ആൾക്കാരല്ലാതെ ഒരു പുതിയൊരു ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരിലേക്ക് എത്തുന്നത്. എനിക്ക് ശോഭിച്ചേട്ടൻ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, റാമിൽ വർക്ക് ചെയ്ത് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ രമേശേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദിനേശ് ചേട്ടൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുമായിരുന്നു. പർപ്പസ്ഫുൾ തന്നെ ബിൽഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഷൈനോടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഷെയ്ൻ എന്താണ്, സിനിമയിലെ നായകനാണ്. അപ്പോൾ ഷെയ്ൻ ഗംഭീര ആർട്ടിസ്റ്റാണ്. ഭയങ്കര എന്താ നമ്മൾ പുറത്ത് കേൾക്കുന്ന പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളൊന്നുമല്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആക്ടറാണ്. ഭയങ്കര സന്തോഷം. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട് ഇടത്തിൽ. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളൊരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പോലെ ആയിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഷൈൻ്റെ കൂടെയുള്ളൊരു? അത് നമ്മുടെ അനുസരണയുള്ളൊരു മകനെ പോലെയും അനുസരണ അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു അനിയനെ പോലെയും അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഇതിലൊക്കെ ഉപരി ഒരു ഫുൾ ഒരു കലാകാരൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള, പിന്നെ അദ്ദേഹം എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അങ്ങനെ കൂടെ നമുക്ക് ഉള്ളിലൊരു വാത്സല്യമോ സ്നേഹമോ ഉണ്ടാകും, അത് വേറൊരു ഇത്. പക്ഷേ എന്നിരുന്നാലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പെർഫെക്റ്റാണ്. അല്ലേ, ഈ ഇതിനകത്ത് ഞങ്ങൾ സഹകരിച്ച ആ സമയത്തും എല്ലാം അയാൾ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടും അതിനോട് ഒപ്പമുള്ള ഡെഡിക്കേഷൻ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം അദ്ദേഹത്തിനുണ്ടാവും. അല്ല, അത് മാത്രമല്ല ഷൈൻ്റെ ഞാൻ പറഞ്ഞു, ഷൈന് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ യങ്സ്റ്ററായിട്ടുള്ള ഒത്തിരി ഒട്ടും എന്താ പറയുക പക്വത വേണ്ടാത്ത ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് മാറി ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റേതായ രീതിയിലേക്ക് ഒരു പക്വതയിലേക്ക് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും കുറേ സിനിമകൾ അഭിനയിച്ച് വന്ന് പിന്നെ ഒരു വളരെ പക്വതയോടെയുള്ള ഒരു കഥാപാത്രം ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നടൻ എന്ന നിലയിൽ അവരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഷെയ്ന് ഈ ചെറുപ്പം ഈ യങ്സ്റ്റർ എന്നുള്ള ലെവലിലുള്ള ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് ഒരു മെയിൻ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മളത് പുള്ളിക്കാരൻ അങ്ങനെ അത് എടുക്കുമെന്ന് നമുക്കൊരു ഒരു ആകാംക്ഷയുണ്ടായിരുന്നു ഇതിനകത്ത് അഭിനയിക്കാൻ വരുന്ന സമയത്ത്. പക്ഷെ പുള്ളി അത് വളരെ മനോഹരമായിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റാക്കി കൊണ്ടുവന്നുള്ളതാണ്. അതായത് ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട മാനറിസങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്, അതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വേറെയായിരുന്നു. ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും ലുക്കൊക്കെ മാറി വളരെ കൃത്യമായിട്ട് ഈ പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളി വന്നത്. പിന്നെ ഞങ്ങളോടൊക്കെ ഉള്ള ബിഹേവിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വളരെയധികം ബഹുമാനം തന്ന് നമ്മളോട് വളരെ കാര്യമായിട്ട് സഹകരിച്ചു. പിന്നെ എന്താ പറയുക, സെറ്റിലുമൊക്കെ വളരെ പ്രോംപ്റ്റായിട്ട് ഞങ്ങളോട് ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും പോലീസുകാരായിട്ട് ഇത്രയും പേരും വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരുടെ എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപഴകുകയും അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഞങ്ങൾ അഭിനയിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സീൻ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഡയലോഗ് പറയുമ്പോൾ ആ ഡയലോഗ് നമുക്കിങ്ങനെ മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ തമാശ പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂടുക, അതെ, ബസ് പിടിച്ച് നിൽക്കാതിരിക്കുക. ഒരു ബൾട്ടി പോലെയുള്ള സിനിമകൾ വലിയൊരു മാസ് പടങ്ങളൊക്കെ ചെയ്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ അഭിനയിക്കുന്നതെന്നുള്ളൊരു ഇതുപോലും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ നിന്നതാണ്. പക്ഷെ പുള്ളിയെക്കുറിച്ച് കേട്ട അറിവുകളൊക്കെ അതൊക്കെ അതെന്തായാലും ഒരു കാര്യം ഞാൻ തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഇതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണോ അത് വെച്ചാണ് ഞാൻ ഇനി ഒരാളെ കാണാതെ മറ്റുള്ളവർ അനുഭവം വേണ്ടേ. അല്ല, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അറിയാമോ, ഈ കേട്ടറിവുകളൊന്നും വിശ്വസിക്കരുത്.
നമുക്ക് നേരിട്ട് നമുക്കുള്ള അനുഭവങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ തോമാശ്രീയുടെ ആളാണ്. കേട്ടറിഞ്ഞ് കണ്ടാല് വിശ്വസിക്കത്തില്ല, തൊട്ട് തൊട്ടറിഞ്ഞ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക, അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ പറയുന്നത് വെച്ച് ഒരാളെ വിലയിരുത്താൻ പാടില്ല. നമ്മളോട് എങ്ങനെ ഒരാൾ പെരുമാറുന്നു അതിനെ ആശ്രയിച്ചാണല്ലോ നമ്മൾ തിരിച്ചും പെരുമാറുന്നത്. അപ്പം കേട്ടത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലായിടത്തും ഒരേ രീതിയിൽ പെരുമാറാൻ പറ്റത്തില്ല. അങ്ങനെയാണ് റോബോട്ടായിരിക്കുന്നത്. ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം മാത്രമേ അതിനകത്ത് വരുള്ളൂ, അല്ലേ? സാഹചര്യങ്ങളാണല്ലോ. ഇപ്പം അല്ലാതെ AI-ക്കൊക്കെ ചിലപ്പം ഭാവനയിൽ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. അത് എന്ന് പറയുന്ന പോലെ നമ്മളോടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നല്ലൊരു ഇതാണ്. ഷോബി ചേട്ടൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടാണ് ഈ ഒരു കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സീരിയലിലാണ് അഭിനയിച്ച് തുടങ്ങുന്നത്. എന്താണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ അല്ലേ? ഞാൻ അഭിനയിച്ച് തന്നെയാണ് ആദ്യം വന്നത്. എൻ്റെ പക്ഷേ ഡബിങ്ങിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോയി എന്നുള്ളത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. നമ്മൾ അറിഞ്ഞതൊന്നും ആയിരിക്കത്തില്ല. അതായത് ഞാൻ അഭിനയിച്ചാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചതിൽ തന്നെ ഞാൻ വേറൊരാൾക്ക് ഡബ് ചെയ്യാനും എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഡബ്ബിങ്ങിനാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇത് വണ്ടി ഉന്തിക്കൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. തുറന്ന വഴികളിലൂടെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ മുതലാക്കി വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതിലാണ്. അപ്പോൾ എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ക്യാരക്ടർ തന്ന് നമ്മളെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാനായിട്ട് പല ആളുകളും തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡബ്ബിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ ഡബ്ബിങ്ങിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയപ്പോൾ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലാതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അഭിനയിക്കാൻ പോകാൻ പോലും പറ്റാത്ത, അഥവാ വിളിച്ചാൽ തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു, എവിടെ വേണമെങ്കിലും ഡബ് ചെയ്യാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഷൂട്ടിങ്ങിന് പോകാം, എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ടിങ്ങിന് പോകാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയോട് പറഞ്ഞു കൊടുക്കാം, എന്നാലേ ആദ്യമായിട്ട് അഭിനയിച്ച നമുക്ക് പാർക്കാൻ എന്ന് പറയുന്ന സിനിമ. നമുക്ക് പാർക്കാൻ വരെയുള്ളൂ, അല്ല അതിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല അത് സിനിമയല്ല, സിനിമയല്ല. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സീരിയലാക്കിയായിരുന്നു. അപ്പോൾ അച്ഛൻ ചെയ്ത ക്യാരക്ടർ ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ അത് അങ്ങനെയും ചെയ്തിട്ടുണ്ടേ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അനൂപ് മേനോൻ നായകനായിട്ട് അഭിനയിച്ച അജി ജോൺ സംവിധാനം ചെയ്ത പടം. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് ഓമനത്തിങ്കൾ കിടാവോ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. കുഞ്ഞുമോൻ ദാഹ സംവിധാനം ചെയ്ത. ഓക്കെ, ഞാനിപ്പോൾ ശോഭിച്ചേൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, പണ്ട് കോളേജ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെ അതേപോലെ പ്രേം നസീറിന്റെ ശബ്ദം അനുകരിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. പിന്നീട് ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയതിനു ശേഷം മമ്മൂക്കയ്ക്ക് വേണ്ടി ശബ്ദം കൊടുക്കാൻ സാധിച്ചു, ഡബ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നമ്മൾ പണ്ട് ഒരാളെ ശബ്ദം അനുകരിച്ച് നടന്നെടുത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ശബ്ദം കൊടുക്കുക എന്ന് പറയുമ്പോൾ? എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് പ്രീ ഡിഗ്രി സമയം തൊട്ടാണ് ഞാൻ ഈ മിമിക്രി എന്ന സംഭവം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ കേരള യൂണിവേഴ്സിറ്റി വിന്നറായി. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡബ്ബിങ് അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിലേക്ക് എനിക്ക് താല്പര്യം തോന്നിയതും നമുക്കിങ്ങനെയുള്ളൊരു കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമായത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ശബ്ദവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മമ്മൂട്ടി, പ്രേം നസീർ, ജനാർദ്ദൻ ചേട്ടൻ, പിന്നെ ശബ്ദം അല്പം മാറ്റി ജഗദീഷിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് അന്ന്. അപ്പോൾ അത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് ആ സമയത്ത് കുറേ കാലം ഏകദേശം ഒരു 100-300 സ്റ്റേജ് ഞാൻ മിമിക്രി കളിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ റോൾ മോഡലായി കാണുന്ന ആളുടെ കയ്യിൽ നിന്നൊരു ഉപദേശം കിട്ടി. അതുകൊണ്ട് ഞാൻ മിമിക്രി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആ മിമിക്രി ചെയ്തത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റി. 3 സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തമിഴിൽ ഡബ് ചെയ്തു, മലയാളത്തിലല്ല. യാത്ര, പിന്നെ പുതിയ നിയമം, ഗ്രേറ്റ് ഫാദർ. അപ്പോൾ അത് 3 തമിഴിൽ ഡബ് ചെയ്യാൻ പറ്റി. തമിഴിൽ വേറെ ആൾ ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചത് ഞാൻ മമ്മൂക്കയുടെ വോയിസിൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ശൈലിയിൽ ഞാനത് ആ ട്രാക്ക് മാറ്റി എൻ്റെ വോയിസ് ആക്കി എന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് ദിവസം എടുത്തു കേട്ടോ. ഒരു പടം ചെയ്യാൻ തന്നെ ഏകദേശം 6 ദിവസം 7 ദിവസം എടുത്തു. കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അത് ആ മിമിക്രി കൊണ്ടുണ്ടായ ഗുണം എനിക്കതാണ്. മിമിക്രി വേണ്ടാന്ന് വെക്കാൻ കാരണം
എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ നീ മാസ്റ്റർ പീസായിട്ടുള്ള നിൻ്റെ മിമിക്രി ഏത് നടനാണോ ആ നടൻ്റെ പ്രേതം നിന്നിൽ വരും. അതുകൊണ്ട് നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ സ്വാഭാവികമായ അഭിനയം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മിമിക്രി അവസാനിപ്പിക്കുക. മിമിക്രി നിർത്തണമെന്ന് ഞാൻ പറയില്ല, അത് നിൻ്റെ തീരുമാനമാണ് എന്ന് മാത്രം ഒരിക്കൽ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണെന്ന് തോന്നി. കാരണം മിമിക്രിയിൽ നിന്നും വന്നിട്ടുള്ള പല നടന്മാരും ഇന്ന് ആദ്യകാലങ്ങളിൽ ആ നടന്മാരുടെ ആദ്യകാലങ്ങളിൽ അവരുടെ മാസ്റ്റർ പീസായിട്ടുള്ള പല താരങ്ങളെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന പല സീനിലും നമുക്കത് കാണാൻ പറ്റും, പല ആളുകളിലും നമുക്ക് കാണാൻ പറ്റും. ഇന്നും നായക നടന്മാരായിട്ട് അഭിനയിക്കുന്നവരെ അങ്ങനെയുള്ള ചില ഇമിറ്റേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അത് ഞാൻ അച്ഛൻ പറഞ്ഞത് ആലോചിച്ചപ്പോൾ ശരിയാണ്. അതുകൊണ്ട് ഞാൻ ആ മിമിക്രി എന്ന് പറഞ്ഞ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. പിന്നെ മിമിക്രി ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഒരു വേറെ മിമിക്രി എന്ന കലയെ ഇതാക്കി അതല്ല, ഒരിക്കലും ഒരു ടിഷിലേക്ക് പോകാൻ അവസരം കൊടുക്കരുത്. ഇല്ല, ഒരിക്കലും. അത് ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിർത്തിയാണ്. അച്ഛൻ പറഞ്ഞത് ഒരു ഫാക്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മിമിക്രി എന്ന കല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ ഈ ഒരു ഇതിലെത്തിച്ചത് ഈ മിമിക്രിയിൽ എനിക്ക് ആ പ്രൈസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല. അത് അവരുടെ കുഴപ്പമല്ല. കാരണം എന്താ വെച്ചാൽ മിമിക്രി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അത് പഠിക്കുമ്പോൾ അത് തന്നെ നിരന്തരം പറഞ്ഞ് ശീലിച്ചാണല്ലോ ഇത് ചെയ്യുന്നത്. സീരിയസ്ലി ഇതാണല്ലോ ഇത് പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സയൻസിലൊരു സംഭവമുണ്ട്. അത് വാക്ക് കറക്റ്റ് അല്ലെങ്കിൽ എന്നെ ട്രോളാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കായി നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളത് തന്നെ വിട്ടത് വിളിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തെന്നിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന പോലെ മിമിക്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ അനുയോജ്യമായ ഒരു സാഹചര്യം കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായ ഡയലോഗൊക്കെ ആണെങ്കിൽ നമ്മളിലേക്ക് ആ ശബ്ദത്തിന്റെ ഇതുണ്ടാവും. സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഞാൻ മാസ്റ്റർ പീസായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് നേരത്തെ അഭിനയിച്ച് വളരെ പൊലിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സീനിന്റെ അതേ സിറ്റുവേഷൻ ഞാൻ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ അങ്ങനെ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അതിലേക്ക് പോകും. അത് മാത്രമല്ല ഈ ശബ്ദം അനുകരിക്കുക എന്നത് മിമിക്രി എന്ന് പറയുന്നത് ശബ്ദാനുകരണമാണല്ലോ. ശബ്ദം അനുകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ മൂമെൻറ്റ്സ്, അവർ നടക്കുന്നത്, അവർ ഓടുന്നത്, ഡാൻസ് കളിക്കുന്നത്, ഇതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ അഭിനയത്തിൽ അത് ബാധിക്കുന്ന അവിടെയാണ്. പാവ കാര്യങ്ങളൊന്നും നമ്മുടെ ദൃഢത്തിൽ ഇല്ല. ഇത് ദൃഢമാണ്. നമ്മൾ മാത്രം കഥാപാത്രം മാത്രം. അതെ, കഥാപാത്രങ്ങളും അതുപോലെ. പിന്നെ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് തികച്ചും ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ എന്തെങ്കിലും തികച്ചും യാദൃശ്ചികമായിട്ട് സാങ്കല്പിക കഥയാണ്. അതാണ് പറയാനുള്ളത് മെയിനായിട്ട്, അല്ലേ? അതെ അതെ, എന്റെ അനുഭവം വെച്ച് പറഞ്ഞത് സാങ്കല്പിക കഥയാന്ന് പറഞ്ഞു. ഡയറക്ടർ പറയുകയാണ് അങ്ങനെയല്ല, ഇത് നടന്ന സംഭവം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് സത്യത സാങ്കല്പിക കഥയെ ഈ പണ്ട് വാക്കുകളൊന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന നുറുങ്ങുകളും വിട്ടിത്തരങ്ങളുമാണ് പറയുന്നത്. അത് ഓർത്തോണം. അതായത് അസ്വാഭാവികതയിൽ സ്വാഭാവികത വരുത്തുക എന്നതാണ് കലയുടെ ധർമ്മം എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അസ്വാഭാവികം സംഭവിച്ചിട്ടില്ല, സ്വാഭാവികമാണ്, അസംഭവികമാണ്. അത് സംഭവികമാണ് എന്ന് തോന്നിപ്പിക്കുക, അതാണ് കലയുടെ ധർമ്മം. ആളുകളെ വിശ്വസിപ്പിക്കുക. അതാണ് കലാകാരന്റെ ഇത്. അതാണ് ഞാനൊരു കശാപ്പുകാരനായിട്ട് അഭിനയിക്കുന്ന, ഞാൻ കശാപ്പുകാരനായിട്ടല്ല, പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തെ എന്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഒരു കശാപ്പുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് പറഞ്ഞല്ലോ മറ്റേ വെള്ളാനകളുടെ നാട്ടിലോ റോള് ഒരിക്കലും ഒരിക്കലില്ല, പക്ഷെ അത് ആൾക്കാർ വിശ്വസിച്ചു. അങ്ങനെ റോളർ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ മാജിക്കാണ്, അല്ലെങ്കിൽ പുള്ളി അത് വിശ്വസിപ്പിച്ചു. നമ്മളത് ഇപ്പോഴും കണ്ട് പക്ഷെ ഇന്നും ആൾക്കാർ അത് കണ്ട് ചിരിക്കുവാണ്. അങ്ങനെ ഒരിക്കലും ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ വിശ്വസിച്ചു പോയില്ലേ? റോഡേഴ്സിന് അതിന്റെ മെക്കാനിക്ക് തന്നെ വിശ്വസിച്ചു പോകും. അല്ല, എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മളാ സീൻ കണ്ടാൽ തന്നെ അവരെല്ലാരും അങ്ങനെയാണ് അഭിനയിക്കുന്നത്. നമുക്ക് തോന്നില്ല അത് അഭിനയിക്കുന്നത്, ശരിക്കും ഉരുണ്ടു പോകുന്ന ഫീൽ അതാണ് സംഭവം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്
ആണ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചേട്ടനാണെങ്കിലും പണ്ട് മമ്മൂക്കയുടെ സെറ്റ് പോയിരുന്നു എന്നുള്ള കഥ ഞാൻ കേട്ടിരുന്നു. അഭിനയിക്കാൻ പറ്റാതെ പിന്നെ കാലം കടന്നു പോയി വീണ്ടും ഭീഷ്മപർവ്വത്തിലെത്തി അതിലൊരു അടുത്ത് നിൽക്കുന്ന ഒരു വേഷം ചെയ്തു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യ കാലം പോലെ പുള്ളി അറിയാതെ തന്നെ പുള്ളിയായിട്ട് ഒരുമിച്ച് സഹകരിച്ച് ഡബ് ചെയ്തിട്ടുണ്ട്. പുള്ളി അന്ന് ഈ ടേപ്പ് സിസ്റ്റമായിരുന്നു. അപ്പോൾ നമ്മൾ ലൂപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, നമ്മളതനുസരിച്ച് ഈ ടേപ്പിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ടേപ്പേ ഉള്ളൂ, പുള്ളിക്ക് അത് തീർത്തിട്ട് പോവുകയും വേണം. വേറെ സാധനം പകരം ഇല്ല അവിടെ ഇല്ല. അതപ്പോൾ കൂടുതൽ ഇതൊരിക്കൽ റെക്കോർഡ് ചെയ്താൽ പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ. ഞാൻ ഇത് ലൂപ്പ് സിസ്റ്റമാണ് ഓടുന്നത്, ഫിലിം ഓടും. പക്ഷെ റെക്കോർഡിങ് ഇത് നമ്മുടെ നെഗറ്റീവിന് പകരം അത് മറ്റേ ടേപ്പാണ്. അല്ല ഇത് അതെന്താ പറയാ, 2 ട്രാക്കേ ഉള്ളൂ. ഫിലിമിന്റെ സൈഡിലാണല്ലോ ഇതിന്റെ ഇതിരിക്കുന്നത്. അപ്പൊ ആ ട്രാക്കിൽ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഡബ് ട്രാക്ക്, സൗണ്ട് ട്രാക്ക്, മറ്റത് പൈലറ്റ് ട്രാക്ക്. അതെ. അപ്പോൾ ഇത് ഒരു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഇപ്പോൾ പൈലറ്റ് ട്രാക്ക് നമുക്ക് എറേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം പിന്നെ ചെയ്യാൻ വരുന്നവർക്കും പൈലറ്റ് കേൾക്കണ്ടേ. പക്ഷേ ഇത് വരുമ്പോൾ, അതായത് ഓവർലാപ്പ് വരുമ്പോൾ, 2 പേര് ഒരേ സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത്രയും ഭാഗം ആ പൈലറ്റിൻ്റെ അത്രയും ട്രാക്ക് എറേസ് ചെയ്തിട്ട് അവരുടെ ഉപയോഗിക്കും, എന്നിട്ട് അത് പ്രീമിക്സ് ചെയ്യും. അങ്ങനെയാണ് ഇത് നമുക്ക് വേറെ പകരം രണ്ടാമത് അതേ ചെയ്യാൻ പറ്റില്ല. ഒറ്റ പ്രാവശ്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒറ്റ ഇതേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ് ആ ഇടയ്ക്ക് വന്ന ലേറ്റസ്റ്റ് സംഭവം. അതായത് അഥർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേനാണ് പുള്ളിക്ക് നായർ സാഹിബിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി കാശ്മീരിലേക്ക് കൊണ്ട് പോകണം. ആ സമയത്താണ് ഇങ്ങനെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ പണിയാക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ ശ്രമിക്കാം എന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞ് നോക്കി. സംഭവം കുഴപ്പമില്ല, പോയി എല്ലാം ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് പ്ലകടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ കൈ വന്നു. അത് കഴിച്ച് പുള്ളി അന്നേരം തന്നെ സിബി സാറിനെ വിളിച്ചു പറഞ്ഞു, ഇന്നാലെ മുദ്ര എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിനകത്ത് അഗസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ആരോ ഡബ് ചെയ്ത് വെച്ചിരുന്നത്. അത് പുള്ളിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അതാണ് ഒരു കലാകാരൻ്റെ അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല നോക്കുന്നത്, അതൊക്കെ എല്ലാം സക്സസ് ആണോ എന്നാണ് നോക്കുന്നത്. അതാണ് ഓർമ്മ വെച്ചിട്ട്. അതാ എനിക്ക് തോന്നിയത് അതാണ്. എന്നെ അതിനകത്ത് വിളിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നിയത് അതാണ്. അപ്പൊ പുള്ളി ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളിനെ അങ്ങോട്ട് വിടാം, പുള്ളിയെ കൊണ്ട് ആ ആവശ്യന്റെ സംഭവം ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഡബ് ചെയ്തത്. അപ്പൊ അന്ന് പോലെ അറിയാം. അതിന് മുമ്പാണ് പടയോട്ടത്തിന്റെ കാര്യം ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത്. അതായത് അവിടെ കൊണ്ട് ഞാനും പലപ്പോഴും ഒരാഴ്ച കിടന്നതാ പടയോട്ടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ അവിടെ കിടന്നപ്പം നമുക്ക് അഭിനയിക്കാനായിട്ടുള്ള സംഭവം ആയില്ല. അത് പിന്നെ ദിവസങ്ങൾ തീർന്നു. ഡാൻസ് സീനായിരുന്നു, ഒരു ചെക്ക് ഡാൻസ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് മുന്നോട്ട് നീണ്ടുപോയി. അപ്പൊ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോഡ്ജിന് കൊടുക്കാനുള്ള പൈസ എല്ലാം തീർന്നു. പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ വന്നു. ഭക്ഷണം അവിടുന്ന് കിട്ടും, പക്ഷെ പിന്നെ താമസിക്കാൻ സൗകര്യമില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ സായം സന്ധ്യ എന്ന് പറയുന്നൊരു സിനിമയുടെ സെറ്റിൽ വെച്ച് നാടകസമിതി വേണമായിരുന്നു. ആ നാടകസമിതി എൻ്റെ കെയർ ഓഫിലാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അതിനകത്തൊരു പാട്ട് സീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ അഭിനയിക്കാനായിട്ട് നിന്ന സമയത്ത് അന്ന് അതും നടന്നില്ല. വേറൊരു നടനെ സ്ഥിരം സിനിമയിൽ വരുന്നൊരു നടനെ ഇതാക്കി എടുത്ത് അതങ്ങനെ പോയി. അതൊക്കെ പോയി. അങ്ങനെയൊക്കെ സുരേഷ് ഗോപിയൊക്കെ ആ വരുന്ന സമയത്താണത്. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന സംഭവത്തിലാണ് ഭീഷ്മപർവ്വം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അത് അന്നേരം പറഞ്ഞൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞാല് അങ്ങനെ ഒരു ഇതായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നല്ല ഇതായി. പിന്നെ 4 പടങ്ങൾ അഭിനയിച്ചു. അതിൽ നിന്ന് നല്ല ഒരു ഇതായിരുന്നു. അങ്ങനെ സംഭവിക്കുമല്ലേ? അപ്പൊ എനിക്കും സംഭവിക്കുമായിരിക്കും. തീർച്ചയായിട്ടും. കാര്യം ഞാൻ 2 പടത്തിലോ മറ്റോ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കാനായിട്ട് എന്നെ ഒരെണ്ണത്തിൽ എന്നെ വിളിച്ച് എല്ലാം ഓക്കെ ആയതാ. പക്ഷെ പിന്നീട് അവസാനം ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് അത് മാറിപ്പോയി. എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് വേറൊരു പടത്തിൽ ഇതുപോലെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക, വരണമെന്ന് പ്രാർത്ഥിച്ചു. സംഭവിക്കട്ടെ. ഇപ്പോൾ ജിത്തു ജോസഫ് സ്കൂൾ ഓഫ് ഫിലിംസ് എന്നാണ് വരുന്നത്. എത്രത്തോളം ദൃഢത്തിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ? ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാറിനോട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. സാറിൻ്റെ ദൃശ്യം 2 മുതൽ നുണക്കുഴി വരെ ഞാൻ സാറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം
ഉറപ്പായിട്ട് സാറിൻ്റെ വേ ഓഫ് മേക്കിങ്ങും സാറിൻ്റെ കോർഡിനേഷനും കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ആക്ച്വലി. കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞാൻ സാറിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അഡാപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ തന്നെ ഒരു മേക്കിംഗ് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു വേ ഓഫ് കോർഡിനേഷനും അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് സെറ്റിനെ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ മനഃപൂർവ്വം തന്നെ സാറിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ആ ഒരു ഒരു കോർഡിനേഷൻ മികവ്, അല്ലെങ്കിൽ സാറൊരു ആർട്ടിസ്റ്റിനോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സാറിൻ്റെ ഒരു സ്റ്റേജിങ്, സാർ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ. ഓക്കെ, ഇപ്പോൾ ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ദൃശ്യം ഇറങ്ങുന്നുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാം? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാവുള്ളൂ എന്നുള്ളതാണ്. ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ എല്ലാം അറിയാം. ലൊക്കേഷനിലൊരു തമാശ ഉണ്ടായി. അതായത് സാറിന്റെ മോള് ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ദൃഢത്തിന്റെ. അപ്പോൾ ഈ ദൃശ്യം 3 ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ തുറന്നു പറയുകയാണ്, ഞാനും രമേശ് ചേട്ടനും ദിനേശും അവരെല്ലാവരും. ദിനേശ് ഓൾറെഡി ദൃശ്യം 2 അഭിനയിച്ചാണ്. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ദൃശ്യം 3 എന്താണ് പരിപാടി, നമുക്കൊക്കെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവുമോ? ഒരൊറ്റ ഓട്ടമാണ് പുള്ളിക്കാരി. എൻ്റെ അടുത്തൊന്നും പറയരുത്, ചോദിക്കരുത്, ഞാനൊന്നും പറയൂല എന്നും പറഞ്ഞ് പോയി. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. സാർ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് ആക്ച്വലി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ പറയുന്നില്ല, ഒരു ഇമോഷണൽ ജേർണിയാണ് ജോർജ് കുട്ടി. അത് ആക്ച്വലി ഉള്ളതാണ്. സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഇമോഷണൽ ജേർണിയാണ്, ജോർജ് കുട്ടിയുടെ ഒരു ട്രാവലാണ് പടം. പക്ഷേ ഇപ്പോൾ ദൃശ്യം 2 ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം അങ്ങനത്തെ പറഞ്ഞു, പക്ഷേ അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായി. അല്ലല്ല, സ്വാഭാവികമായിട്ട് ഒരു സിനിമയാകുമ്പോൾ ട്വിസ്റ്റുകൾ വേണമല്ലോ, എങ്കിലല്ലേ ദൃശ്യമാവുള്ളൂ. നമുക്കറിയത്തില്ല, അത് കണ്ടറിയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ദൃഢം May 8 തിയേറ്ററുകളിൽ എത്തുകയാണ്. ദൃശ്യം ഒരു ദൃഢമായിരിക്കട്ടെ എന്നാണ്. ദൃഢമായി മുന്നേറട്ടെ. ദൃഢം ഒരു ദൃശ്യമാവട്ടെ, ദൃശ്യം വിരുന്നാവട്ടെ, ഒരു ദൃശ്യ വിരുന്ന്. എന്തായാലും ഗംഭീര വിജയമാവട്ടെ. സംസാരിച്ച് നന്ദി. താങ്ക് യു.